ഹലോ ഗായ്സ്, മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ടർബോ മൂവിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യം തന്നെ മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ് മൂവിയിലെ ഹൈലൈറ്റ്. പിന്നെ ഫൈറ്റ് സീൻസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനും അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻസും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 72-ാം വയസ്സിലും പുള്ളി എന്തൊരു ഇതാണ്. അതുപോലെ പാച്ചു അത്ഭുത വിളക്കിലൊക്കെ അഭിനയിച്ച ഹീറോയിൻ അഞ്ജന, പുള്ളിക്കാരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ച ബിന്ദു പണിക്കർ വളരെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മൂവിയുടെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2005-2010 കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹിറ്റ് ആകുമെന്ന് പറയാം. ഈ ഒരു ജനറേഷനിൽ എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്നു. ഒരു ഇടിപ്പടം എന്നുള്ള രീതി നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാവും. മമ്മൂക്കയുടെ ഒരു ഇടിമിന്നൽ പെർഫോമൻസ്, അതായത് ഒരു ഫൈറ്റ്, അങ്ങനത്തെ ഒക്കെ ഒരു തട്ടുപൊളിപ്പൻ മാസ് മസാല പടം കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് പോയി ടിക്കറ്റ് എടുത്തു, ആസ്വദിച്ചു, തിരിച്ചു വന്നു. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മുന്നേ കാലഘട്ടങ്ങളിൽ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു തോന്നി. കാരണം 2024 ഇപ്പോൾ ഇത്രയും കുറേ മികച്ച പടങ്ങൾ ഇറങ്ങിയേക്കുന്നു. സോ സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ബാക്കിലാണെങ്കിലും മമ്മൂക്കയുടെ ഒരു ഇടിപ്പടമൊക്കെ കാണാൻ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണ്, മമ്മൂക്കയെ കണ്ടാൽ മതി, അങ്ങനത്തെ ഒരു രീതി ഫാൻസിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഇടിച്ചുപൊളി പടം. ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ടേസ്റ്റാണ്. കാരണം മമ്മൂക്കയുടെ ഒരു ആക്ടിങ് സ്കില്ലൊക്കെ ഉള്ള ഒരു മൂവി കാണാനാണ് എനിക്കിഷ്ടം. ബ്രഹ്മയുഗം എനിക്ക് വളരെ ഇഷ്ടമായ ഒരു മൂവിയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കുറച്ചുകൂടെ ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി കാണാനാണ് എനിക്കിഷ്ടം. ഇതൊരു പോത്തൻ വാവ 2 ടൈപ്പ് ഒരു ഇടിച്ചുപൊളി ആ ഒരു സ്റ്റൈൽ പടമാണ്. സോ അങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.